മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും തന്റെ അഭിനയ മികവ് തെളിയിച്ച താരമാണ് വിനായകൻ. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച മാന്ത്രികമായിരുന്നു വിനായകന്റെ ആദ്യ ചിത്രം. മാന്ത്രികത്തിൽ മൈക്കിൾ ജാക്സനെ ഓർമ്മിപ്പിക്കുന്ന നൃത്ത ചുവടുകളുമായി ജിപ്സികളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടായിരുന്നു അദ്ദേഹം വേഷമിട്ടത്. എന്നാൽ വ്യക്തിജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയ വ്യക്തി കൂടിയാണ് വിനായകൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് പിന്നാലെ വിലാപയാത്ര നടക്കുന്ന സമയത്ത് അധിക്ഷേപ വീഡിയോയുമായി വിനായകൻ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിൽ പ്രതികരണവുമായി താരമെത്തിയിരിക്കുകയാണ്. കേരളത്തിലേത് കോൺഗ്രസിന്റെ വിജയമല്ലെന്നും കേരളത്തെ ബംഗാളാക്കാൻ സമ്മതിക്കാത്ത ഇടതുപക്ഷ സഹയാത്രികരുടെ വിജയമാണെന്നും വിനായകൻ പറയുന്നു. കേരളത്തെ ബംഗാളാക്കാൻ സമ്മതിക്കാത്ത അനേകം ഇടതുപക്ഷ സഹയാത്രികരുള്ള നാടാണിത്. കേരളം ബംഗാൾ ആകരുത്, ആക്കില്ല, ആകാൻ സമ്മതിക്കില്ല. ഈ തോൽവി വരാനിരിക്കുന്ന മഹാവിജയത്തിലേക്കുള്ള ചിന്തയുടെ തുടക്കമാകട്ടെ. ഇത് കോൺഗ്രസിന്റെ വിജയമല്ല, ഇടതുപക്ഷ സഹയാത്രികരുടെ വിജയം. ചിന്തിക്കുക എന്നായിരുന്നു വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇടതുമുന്നണിയുടെ പരാജയത്തിൽ പ്രതികരണവുമായി ഒട്ടേറെ സിനിമാ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. പുറത്തുപോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പ്രതികരണം. പേരാവൂരിൽ കെ ശൈലജയുടെ പരാജയത്തിൽ നിരാശ അറിയിച്ച് റിമ കലിംഗലും രംഗത്തെത്തിയിരുന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ ധർമ്മടം പോലുള്ള സ്ഥലത്തടക്കം പിറകോട്ടു പോയതിന്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരവും നേതൃത്വത്തോടുള്ള എതിർപ്പുമാണെന്ന് കെ രമയും വ്യക്തമാക്കി. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ കയ്യൂരും കരിവെള്ളൂരും ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്തു. അത്രയേറെ ഭരണവിരുദ്ധതയും നേതാക്കളോടുള്ള എതിർപ്പും അവിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. CPMന്റെ ഇന്നത്തെ പോക്കിനെതിരെ CPM അണികൾ തന്നെയാണ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നതെന്നും കെ രമ പറഞ്ഞു. ഫലം പുറത്തു വന്നപ്പോൾ 10 വർഷമായി ഭരിച്ച കേരളത്തിൽ കേവലം 35 സീറ്റിലേക്ക് CPM നേതൃത്വം നൽകുന്ന LDF ചുരുങ്ങിയിരുന്നു. 13 മന്ത്രിമാരും LDF കൺവീനറും ഉൾപ്പെടെ പരാജയപ്പെട്ടവരിലുണ്ട്. 102 സീറ്റുമായി UDF അധികാരം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്.